ഹലോ, നമുക്കിന്നൊരു മലായ് ചിക്കൻ ഉണ്ടാക്കിയല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പത്തിന്, ഇടിയപ്പത്തിന്, പുട്ട്, പൂരി, ചപ്പാത്തി, ചോറ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, എല്ലാവരും ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ മീഡിയം സൈസിലെ 2 സവാള നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് നമുക്ക് സ്പൈസസ് ആണ് 6 ഏലക്ക, 6 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഒരു 15 കാഷ്നട്ട്. ഇത് അരച്ച് പേസ്റ്റാക്കി മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ചിക്കൻ 750 ഗ്രാം. അപ്പോൾ ഈ ചിക്കനകത്ത് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് 20 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഇത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ, വെളിച്ചെണ്ണ വേണ്ട. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം നമ്മുടെ സ്പൈസസ് ഇടണം കേട്ടോ. അപ്പോൾ ഗ്രാമ്പു, ഏലക്ക ഇടും. പിന്നെ ഒരു ജാതിപത്രി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുക, അത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. എന്നിട്ട് 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക്, ഹോൾ കുരുമുളകാണ്, അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഈ ഏലക്കൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇടുക. ഉള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റുക എന്ന് വെച്ചാൽ ഒരുപാട് കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി കേട്ടോ. ആ ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന 2-4 പച്ചമുളകുണ്ടല്ലോ, ആ പച്ചമുളകും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകും നമ്മുടെ സവാളയും കൂടെ ഒന്ന് വാടി വരുമ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ഇട്ട് വീണ്ടും നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം, തീ കൂടരുത്, കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ആ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ഇട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ചിക്കനകത്ത് ഈ സവാളയും പച്ചമുളകിൻ്റെയും കാഷ്യൂൻ്റെ പേസ്റ്റും എല്ലാം ഇതിനകത്ത് ചിക്കനകത്ത് പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. 5 വേണ്ട, ഒരു 3-4 മിനിറ്റ്. അപ്പോഴത്തന്നെ ഇതിനകത്തെല്ലാം പിടിക്കും. എന്നിട്ട് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡിലോട്ട് ചിക്കൻ നീക്കി വെച്ചിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ആ പച്ചമണം മാറിക്കഴിയുമ്പോൾ മസാലയെല്ലാം ചിക്കനകത്ത് പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 2 ടീസ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യണം. തൈര് നമുക്ക് ചിക്കനെ സോഫ്റ്റ് ആക്കും കേട്ടോ. ആ തൈരും ആഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മല്ലിപ്പൊടിയും കുരുമുളകും ചേർത്തപ്പോൾ കൂട്ടത്തിൽ വേണമെങ്കിലും മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഇത് ഞാൻ നേരത്തെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴിട്ടത്. അപ്പം മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ചിക്കനകത്ത് ഈ മസാലകളെല്ലാം പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കണം. നന്നായി ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ കാഷ്യൂ അരച്ച മിക്സിയുടെ ജാറ് കഴിയുക ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ, ഇത്രയും വെള്ളം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അതും ആഡ് ചെയ്ത് വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് ആ വെള്ളവും ചിക്കനും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വിസിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലടിക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേന് തുറക്കുമ്പോൾ അതിൻ്റെ ആവിയെല്ലാം പോയി കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കുറച്ച് വെള്ളമൊക്കെ ചിക്കനകത്തുനിന്നും കുറേ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ടിരിക്കും. ഇനി ഇത് നന്നായിട്ട് തിളച്ച് എണ്ണയൊന്ന് ജസ്റ്റ് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഉപയോഗിക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല, ഫസ്റ്റ് സ്റ്റെപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഫ്രഷ് ക്രീം ഒഴിച്ചാൽ നല്ല കുറച്ചുകൂടെ ടേസ്റ്റിയാണ് കേട്ടോ. ഫ്രഷ് ക്രീം ഇല്ലാതെയും ഈ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മലായ് ചിക്കന് ഫ്രഷ് ക്രീം വേണം, ഇല്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കാതിരിക്കേണ്ട, ഫ്രഷ് ക്രീം ഇല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് വീണ്ടും അതൊക്കെ ഒഴിച്ച് ഫ്രഷ് ക്രീമൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നപ്പോൾ ഞാനൊരു 2 പച്ചമുളകും കൂടെ നെടുകെ കീറി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ബട്ടറും ഇട്ടിട്ടുണ്ട്.
ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾ ബട്ടറൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾ ബട്ടർ ഇടുമ്പോൾ സോൾട്ടഡ് ആണെങ്കിൽ ഈ കറിയിൽ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ ഇതിലേക്ക് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ്റെ ഫേവറേറ്റായ കസൂരി മേത്തിയാണ്, ഉലുവയില പൊടിച്ചത്. അത് ഞാൻ ജസ്റ്റ് ചൂടാക്കി കൈകൊണ്ട് തിരുമിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില. ഇതൊക്കെ മല്ലിയിലയും ബട്ടറും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ മല്ലിയിലയും ഞാനിട്ടു, ബട്ടർ ഒരു ചെറിയ പീസ് ഇട്ടു. മല്ലിയിലയും ബട്ടറും നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, നിർബന്ധമില്ല. അപ്പം എന്താണ്ട് ഇപ്പോഴും ആ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയാണ്. അത് ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ആവി പറക്കുന്നുണ്ടോ. ഇത് അപ്പത്തിൻ്റെ കൂടെ ഈവനിങ്ങിലെ കറിയാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയാണ് ഞാനിത് കഴിക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലേ, അത്ര നല്ല കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ. താങ്ക് യു.